ഏവർക്കും ശതകോടി പ്രണാമം. ഐശ്വര്യം വേണ്ടവന് ഐശ്വര്യം, ആരോഗ്യം വേണ്ടവന് ആരോഗ്യം, മനസമാധാനം വേണ്ടവന് മനസമാധാനം, സർവ സുഖഭോഗങ്ങളെയും ആഗ്രഹിക്കുന്നവർക്ക് അപ്രകാരം. ഈ മാർഗങ്ങളെ അല്ലെങ്കിൽ ഈ ലക്ഷ്യങ്ങളെയെല്ലാം നേടുവാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗമാണ് നവരാത്രി പൂജ വിധികൾ. അതിലൂടെ ജഗദംബയുടെ കടാക്ഷം ലഭിക്കുകയും നമ്മുടെ കാമനകളെല്ലാം വിജയപ്രദമായി പൂർത്തീകരിക്കുവാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നവരാത്രിയിലെ 9 ദിനങ്ങൾ എപ്രകാരമാണ് പൂജിക്കേണ്ടത്, എപ്രകാരമാണ് ദേവന്മാരും ദേവേന്ദ്രനും അതുപോലെ തന്നെ ജനമേജകനും എന്തിന് ത്രിമൂർത്തികളും അതോടൊപ്പം തന്നെ ഭക്തവത്സലനായ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ധർമ്മപത്നിയായ രുക്മിണി ദേവിയും എപ്രകാരമാണ് നവരാത്രി ഭജനത്തിലൂടെ ലക്ഷ്യത്തെ നേടിയത്, അപ്രകാരം നമ്മൾക്കും നമ്മുടെ ആഗ്രഹങ്ങളെ നേടുവാനുള്ള അസുലഭകരമായ ഒരു അവസരമാണ് ഈ നവരാത്രി കാലം നമ്മൾക്കായി പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് 1-ാം ദിനം എപ്രകാരമായിരിക്കണം അമ്മയെ പ്രാർത്ഥിക്കേണ്ടത്, എപ്രകാരമായിരിക്കണം പൂജ സമാരംഭിക്കേണ്ടത് എന്നതാണ് പ്രിയമിത്രങ്ങൾക്കായി ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത്. പ്രാരംഭ ചടങ്ങുകൾ നിലവിളക്ക് കൊളുത്തിവെച്ച് അമ്മയ്ക്ക് നിവേദ്യങ്ങൾ എന്തെങ്കിലും സമർപ്പിക്കുവാൻ പഴങ്ങളോ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളോ അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങളോ ഒക്കെ നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്ക് വളരെ ലഘുതരമായ രീതിയിൽ സമർപ്പിക്കാം. ഏതായാലും ഒരല്പം പുഷ്പം അരികിലേക്ക് വെക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. 1-ാം ദിനം കൊളുത്തിവെച്ച നിലവിളക്കിൻ്റെയും ധൂപദീപങ്ങളുടെയും അരികിലിരുന്നു കൊണ്ട് ഭക്തിയാദരപൂർവ്വം ഇരുകൈകളും തൊഴുതുകൊണ്ട് ആദ്യം അമ്മയോട് നമ്മൾക്ക് അനുഗ്രഹത്തെ യാചിക്കാം. അമ്മ ഇന്നു മുതൽ 9 ദിനം ഈയുള്ളവൻ നടത്തുന്ന പൂജകൾ യാതൊരു വിഘ്നവും കൂടാതെ പൂർത്തീകരിക്കപ്പെടണം. ആ പൂജ പൂർത്തീകരിക്കുമ്പോൾ പരമമായ ഐശ്വര്യം ഈയുള്ളവന് ലഭ്യമാകണം. അതുകൊണ്ട് തന്നെ സർവേശ്വരി ഈ പൂജയെ വിജയപ്രദമായി പൂർത്തീകരിക്കുവാൻ ജ്ഞാനസ്വരൂപിണിയായ ജഗദംബെ അവിടുത്തെ കൃപാകടാക്ഷം എന്നിലേക്ക് എത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു ശ്ലോകം ജപിച്ചുകൊണ്ട് നമുക്ക് പൂജ ആരംഭിക്കാം. ലളിതമായ പൂജാവിധിയാണ് പറയുന്നത്, താന്ത്രികപരമല്ല. സാധാരണക്കാരായ വ്യക്തികൾക്ക്, കുടുംബസ്ഥന്മാർക്ക്, കുടുംബാശ്രമികൾക്ക് അമ്മയുടെ അനുഗ്രഹം നേടാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് പ്രിയമിത്രങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത്. അതും പഠിതാക്കൾ അല്ലെങ്കിൽ ജീവിത വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഈ 9 ദിനം ഇപ്രകാരം പ്രവർത്തിക്കുന്നത് വളരെ അത്യുത്തമകരം തന്നെ ആയിരിക്കും. പൂജ ആരംഭിക്കുന്നതിന് മുമ്പായി അമ്മയുടെ കൃപാകടാക്ഷത്തിനായി ഓം ശ്രീ ലളിതാംബികായൈ നമഃ. കരിഷ്യാമി വ്രതം മാതർ നവരാത്രിമനുത്തമം സഹായം കുരു മേ ദേവി ജഗദംബാമാമഖിലം. അല്ലയോ അഖില ജഗത്തിൻ്റെയും കാരണഭൂതിയായ സർവശക്തിസ്വരൂപിണിയായ ജഗദംബി, അടിയൻ്റെ ഈ 9 ദിനത്തെ പൂജ വിജയപ്രദമായി പൂർത്തീകരിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 1-ാം ദിനത്തെ പൂജ നമ്മൾക്ക് ആരംഭിക്കാം. അമ്മയുടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദുർഗയുടെയോ ഭദ്രയുടെയോ അല്ലെങ്കിൽ സരസ്വതിയുടെ അഷ്ടോത്തരം ജപിക്കുക. കഴിയുമെങ്കിൽ ഒരല്പം പുഷ്പം, തെച്ചിപ്പുഷ്പമാണെങ്കിൽ വളരെ ശ്രേഷ്ഠം തന്നെയാണ്. അതെടുത്തുകൊണ്ട് 1-ാം ദിനം അമ്മയെ പൂജിക്കുന്നത് 2 വയസ്സുള്ള കുമാരികയുടെ ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ഓം ശ്രീ കുമാരികായൈ നമ എന്ന അമ്മയുടെ മന്ത്രം 108 പ്രാവശ്യം ജപിച്ചുകൊണ്ട് പുഷ്പങ്ങളാൽ അർച്ചന നടത്തുന്നത് വളരെ അത്യുത്തമമാണ്. നിലവിളക്കിൻ്റെ അടിത്തട്ട് അമ്മയുടെ തൃപ്പാദങ്ങളായും നിലവിളക്കിലെ നിറദീപം അമ്മയുടെ തിരുമുഖമായി കണ്ടുകൊണ്ട് ഭക്തിയാദരപൂർവം ഓം ശ്രീ കുമാരികായൈ നമ എന്ന് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക. അപ്പോൾ അമ്മയെ കുമാരിഭാവത്തിൽ പ്രാർത്ഥിച്ചാൽ എന്താണ് പ്രയോജനം, ഏതൊക്കെ രീതിയിലുള്ള പ്രയോജനമാണ് അതിലൂടെ ലഭിക്കുന്നത് എന്നാണ് നിങ്ങളുടെ സംശയം എങ്കിൽ, അമ്മ ആ പൂജയിൽ സന്തോഷവതിയായാൽ, അവിടുത്തെ അനുഗ്രഹം നമ്മിലേക്ക് എത്തിച്ചാൽ നമ്മുടെ എല്ലാവിധമായ ദുഃഖവും ദാരിദ്ര്യവും നമ്മെ വിട്ടകലും. അതുപോലെ തന്നെ സച്ചിദാനന്ദ സ്വരൂപനായ അർമുഖന്റെ അല്ലെങ്കിൽ ബാലസ്കന്ദന്റെ സർവവിധമായ രഹസ്യ തത്വങ്ങളെയും ആരാണോ സൃഷ്ടിച്ചത്, സമസ്ത ദേവതകളെയും സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്നത് ഏതൊരു ശക്തി സ്വരൂപിണിയായോ ആ അമ്മയെ പ്രാർത്ഥിച്ചാൽ സർവ്വ ദുഃഖങ്ങളും, ദേവന്മാർ പോലും തങ്ങളുടെ ദുഃഖങ്ങൾ മാറുവാൻ വേണ്ടി ആശ്രയിച്ചതാണ് അമ്മയെ കുമാരിക എന്ന ഭാവത്തിൽ. നവരാത്രി പൂജ വിധിപ്രകാരം 2-ാം ദിനം അമ്മയെ പൂജിക്കുന്നത് 3 വയസ്സുള്ള ത്രിമൂർത്തി എന്ന ഭാവത്തിലാണ്. 2-ാം ദിനം അമ്മയെ പൂജിക്കുന്നത് 3 വയസ്സുള്ള ത്രിമൂർത്തി എന്ന കുമാരികയുടെ ഭാവത്തിലാണ്. ഈ ത്രിമൂർത്തിയുടെ ഭാവത്തിൽ അമ്മയെ പൂജിച്ചാൽ എന്താണ് പ്രയോജനം? സച്ചിദാനന്ദ സ്വരൂപിണിയായ ജഗദംബ സരസ്വതിയായി ബ്രഹ്മാവിൻ്റെ കൂടെയും ലക്ഷ്മിയായി നാരായണന്റെ കൂടെയും ശക്തിസ്വരൂപിണിയായ പാർവതിയായി പരമേശ്വരന്റെ കൂടെയും ചേർന്ന് പ്രവർത്തിക്കുന്നതിനാലാണ് ത്രിമൂർത്തികൾ പോലും അവരുടെ കർമ്മപദങ്ങളിൽ ശോഭിക്കുന്നതും അവർ ഉത്തമകരമായ തലത്തിൽ തിളങ്ങുന്നതും. അതുകൊണ്ട് തന്നെ ത്രിമൂർത്തികളെ പോലും ഐശ്വര്യകരമായ തലത്തിലേക്ക് എത്തിക്കുവാൻ 3 വ്യത്യസ്ത ഭാവങ്ങളിലൂടെ പ്രകടമായവൾ ആരു, സൃഷ്ടി സ്ഥിതി സംഹാര രൂപത്തിന് കാരണഭൂതയായവൾ ആരു, അങ്ങനെയുള്ള ആ പരമേശ്വരിയെ ഭക്തി ആദരപൂർവ്വം പൂജിക്കുവാൻ അത്യുത്തമമായ മന്ത്രമാണ്
അല്പം പുഷ്പം കയ്യിലേക്ക് എടുത്ത് ഓം ശ്രീ ത്രിമൂർത്തിരൂപിണ്യൈ നമഃ, ഓം ശ്രീ ത്രിമൂർത്തിരൂപിണ്യൈ നമഃ, ഓം ശ്രീ ത്രിമൂർത്തിരൂപിണ്യൈ നമഃ എന്ന് അമ്മയെ 3 വയസ്സുള്ള ത്രിമൂർത്തിക എന്ന കുമാരിയുടെ ഭാവത്തിൽ കണ്ടുകൊണ്ട് പൂജിക്കുന്നത് വളരെ അത്യുത്തമകരമാണ്. എന്തുകൊണ്ടാണ് അമ്മയെ ത്രിമൂർത്തി ഭാവത്തിൽ പൂജിക്കുന്നത്? ഇതിലൂടെ എന്താണ് പ്രയോജനം എന്നാണെങ്കിൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെയും കരഗതമാക്കാം. അതുകൊണ്ട് തന്നെ ഋഷിപ്രവരന്മാരും സമസ്ത ദേവതകളും തങ്ങളുടെ ആഗ്രഹങ്ങളെയും മോക്ഷ പദപ്രാപ്തിക്കാൻ അമ്മയെ പ്രാർത്ഥിച്ച ഭാവമാണ്, രൂപമാണ് ത്രിമൂർത്തി കുമാരികയുടെ ഭാവം. അതുകൊണ്ട് തന്നെ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെ കാംക്ഷിക്കുന്ന ഗൃഹസ്ഥാശ്രമികൾക്ക്, അല്ലെങ്കിൽ ആയസ്സിനെയും ഐശ്വര്യത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക് സരസ്വതിയായും മഹാലക്ഷ്മിയായും പാർവതിയായും ശക്തിസ്വരൂപിണിയായും 3 വ്യത്യസ്ത ഭാവങ്ങളിൽ പ്രകടമാകുന്ന ജഗദംബയെ 3 വയസ്സുള്ള ത്രിമൂർത്തി എന്ന കന്യകാഭാവത്തിൽ കണ്ട് പൂജ ചെയ്യാവുന്നതാണ്. തുടർന്ന് 3-ാം ദിനം അമ്മയെ എപ്രകാരമാണ് പൂജിക്കേണ്ടത്? 3-ാം ദിനം അതുപോലെ തന്നെ കൊളുത്തി വെച്ച നിലവിളക്കിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അമ്മയുടെ ദുർഗാ അഷ്ടോത്തരമോ ഭദ്രാഷ്ടോത്തരമോ അല്ലെങ്കിൽ സരസ്വതി അഷ്ടോത്തരമോ ജപിച്ചതിന് ശേഷം അല്പം പുഷ്പങ്ങൾ അരികിലേക്ക് എടുത്ത് വെച്ചുകൊണ്ട് 3-ാം ദിനം അമ്മയെ 4 വയസ്സുള്ള കല്യാണി കന്യക എന്ന ഭാവത്തിലാണ് പൂജിക്കേണ്ടത്. കല്യാണി എന്ന പദം കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാകും സർവ്വവിധമായ മംഗളങ്ങൾക്കും കാരണഭൂതിയായവൾ ആരോ, അഷ്ട ഐശ്വര്യത്തിനെയും പ്രദാനം ചെയ്യുന്നവൾ ആരോ. അങ്ങനെയുള്ള ജഗദംബയെ 4 വയസ്സുള്ള കല്യാണി എന്ന ഭാവത്തിലാണ് അമ്മയെ 3-ാം ദിനം നമ്മൾ പൂജിക്കേണ്ടത്. അമ്മയുടെ ദിവ്യമായ അഷ്ടോത്തരം ജപിച്ചതിന് ശേഷം അല്പം പുഷ്പങ്ങൾ അരികിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഓരോ പുഷ്പവും എടുത്ത് നിലവിളക്കിന്റെ അടിത്തട്ടിനെ അമ്മയുടെ പാദമായി കണ്ടുകൊണ്ട്, നിലവിളക്കിലെ നിറദീപത്തെ അമ്മയുടെ തിരുമുഖമായി കണ്ടുകൊണ്ട് ഓം ശ്രീ കല്യാണ്യൈ നമഃ, ഓം ശ്രീ കല്യാണ്യൈ നമഃ, ഓം ശ്രീ കല്യാണ്യൈ നമഃ എന്ന് ഭക്തി ആദരപൂർവ്വം 108 പ്രാവശ്യം ജപിക്കുക. അധിക സമയമൊന്നും വേണ്ട, 10 മിനിറ്റ് മതിയാകും. അമ്മയെ കല്യാണി കന്യക എന്ന ഭാവത്തിൽ പൂജിച്ചാൽ എന്താണ് പ്രയോജനം, ഏതൊക്കെ ഗുണങ്ങളാണ് അതിലൂടെ ലഭിക്കുന്നത് എന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി ആയുസ്സും ജീവിത വിജയവും സർവ്വവിധമായ വിജ്ഞാനവും ലഭിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ സർവ്വവിധമായ കാമങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളോടുകൂടി ചിരകാലം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അമ്മയെ 4 വയസ്സുള്ള കല്യാണി എന്ന ഭാവത്തിൽ പൂജിക്കുന്നത് വളരെ ഗുണപ്രദമാണ്, വളരെ പ്രയോജനപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഇത്യാദി ആഗ്രഹങ്ങളുള്ളവർ, ജീവിത വിജയം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ, സർവ്വവിധമായ വിദ്യയെ പ്രദാനം ചെയ്യുന്ന അമ്മയെ 4 വയസ്സുള്ള കല്യാണി എന്ന ഭാവത്തിൽ കണ്ടുകൊണ്ട് ഈ ദിവ്യമായ നാമം രാവിലെയും വൈകിട്ടും ജപിച്ചാൽ അത്യുത്തമം. ഒരു നേരമെങ്കിലും 108 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കൂ. തീർച്ചയായും പ്രകടമായ മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയുക തന്നെ ചെയ്യും. ഇനി 4-ാം ദിനം അമ്മയെ എപ്രകാരമാണ് പൂജിക്കേണ്ടത് എന്ന് തുടർന്ന് വരുന്ന അടുത്ത വീഡിയോയിൽ പ്രിയമിത്രങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മുടങ്ങാതെ മറക്കാതെ അടുത്ത വീഡിയോ കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമേ എന്ന് ആദരപൂർവ്വം അറിയിച്ചുകൊണ്ട് ഏവർക്കും പ്രണാമം.